പൊന്നാനി നഗരസഭയിൽ രാത്രികാല ശുചീകരണത്തിന് തുടക്കം കുറിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടോടെ പൊന്നാനി നഗരസഭാ പരിധിയിലെ പ്രധാന നഗരകേന്ദ്രങ്ങളിൽ രാത്രികാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും തടസ്സമില്ലാതെയും നഗരത്തിൽ ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്ന പൊതുജനങ്ങൾക്ക് പ്രയാസങ്ങളില്ലാതെയും നഗരം വൃത്തിയായി സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് രാത്രികാല ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വ്യാപാര കേന്ദ്രങ്ങളിലെ ഓവുചാലുകളിലെ മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങളും രാത്രികാലങ്ങളിൽ നടക്കും. നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ അലങ്കാര ചെടികളും ചിത്രങ്ങളും ഒരുക്കിയിട്ടുണ്ട്. സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം നിർവഹിച്ചു. പൊന്നാനിയും ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുന്നതിന് ശുചിത്വ നഗരം സുന്ദര നഗരം എന്ന കാഴ്ചപ്പാടോടുകൂടി നഗരസഭാ ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. എന്തുകൊണ്ടാണ് രാത്രികാലങ്ങളിൽ നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി പകൽ സമയത്ത് കഠിനമായിട്ടുള്ള ചൂടാണ്. ആ സമയത്ത് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ക്രിയാത്മകമായിട്ടുള്ള ഒരു ഇടപെടൽ തോത് കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അനുകൂലമായ ഒരു കാലാവസ്ഥയും അതുപോലെ തന്നെ സാഹചര്യവും നിലനിൽക്കുന്നതോടുകൂടി നേരം പുലരുമ്പോഴേക്കും നമ്മുടെ നഗരങ്ങൾ വളരെ വൃത്തിയുള്ളതാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കെ ജംഗ്ഷൻ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടുകാർക്ക് അറിയാം. വളരെ സുന്ദരമായിട്ടുള്ള ഒരു നഗരത്തിൻ്റെ മുഖമായിട്ട് കെ ജംഗ്ഷനെ മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഇന്നിവിടെ തുടക്കം കുറിക്കുന്നത്. മെച്ചപ്പെട്ട ഒരു അന്തരീക്ഷം, ശുചിത്വ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് പൊന്നാനി നഗരസഭ രാത്രികാല ശുചീകരണം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ വന്നു പോകുന്ന ജനങ്ങൾക്കും ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾക്കും പൊന്നാനിയിലെ ശുചിത്വ അന്തരീക്ഷം മെച്ചപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു സാമൂഹിക അന്തരീക്ഷവും അതുപോലെ തന്നെ നമ്മളെ പൊതു ഇടങ്ങളെ തികച്ചും സൗഹൃദപരമായി സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നഗരസഭ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നഗരസഭാ കൗൺസിലർ അബ്ദുൽ ലത്തീഫ്, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. മെജസ്റ്റിക് ജ്വല്ലേഴ്സ് തിരൂർ നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വെഡിംഗ് സെക്ഷൻ, ഡയമണ്ട് സെക്ഷൻ, ലൈറ്റ് വെയ്റ്റ് ഏരിയ, സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ 1 ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ്, താഴെപ്പാലം, തിരൂർ. ഫോൺ 9961 300031.